Hey friends, welcome to another product video. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ഇയർബഡ്സ് ആണ്. ദിസ് ഇസ് ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഏകദേശം ഒരു 2 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഇതായിരുന്നു വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ആയിട്ടുള്ള ഇയർബഡ്സ്. ഇന്ന് ഇതിൻ്റെ സെക്കൻഡ് വേർഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ബോസിൻ്റെ ഒരു മോസ്റ്റ് പ്രീമിയം ഇയർബഡ്സ് പ്രോഡക്റ്റാണ്. നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പാക്കേജിൽ എന്തൊക്കെ ആക്സസറീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബോസിൻ്റെ ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സ് ഒരു സെപ്പറേറ്റ് കേസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ലെറ്റ്സ് സീ വാട്ട് എൽസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പാക്കേജ്. ഈ പാക്കേജിനുള്ളിൽ തന്നെ ബോസ് 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർ ടിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലാർജ് ഇയർ ടിപ്പ്, പിന്നെ ഒരു സ്മോൾ ഇയർ ടിപ്പ്, ദെൻ അനദർ ഒരു മീഡിയം ഇയർ ടിപ്പ്. ആ മീഡിയം ആണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിലെ മറ്റ് ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതോടൊപ്പം ബോസ് ഒരു USB-C to USB-A കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ചാർജിങ് കേസ് ചാർജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇൻ കേസ് USB-C to C കേബിൾ ആണ് സെപ്പറേറ്റ് ഉള്ളതെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതേ കേബിൾ യൂസ് ചെയ്തിട്ടും ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുകൂടാതെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പിന്നെ ഹെവി ഡോക്യുമെൻറ്റേഷനുമാണ് ബോസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, വാറണ്ടി റിലേറ്റഡ് ഇൻഫർമേഷൻ അത് പല ഭാഷയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓൾറൈറ്റ്, നമുക്ക് ഇയർബഡ്സ് ചാർജിങ് കേസിൽ നിന്ന് പുറത്തെടുക്കാം. ഈ ചാർജിങ് കേസ് ഒരു ഹെവി ബോക്സ് ആണ് എന്നുള്ളത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പലരും പറഞ്ഞിട്ടുള്ളതാണ്. നോർമൽ ഒരു ഇയർബഡ്സിൻ്റെ കേസിൻ്റെ സൈസ് അല്ല ബോസ് ഈ ചാർജിങ് കേസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പോക്കറ്റിൽ ക്യാരി ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടീസ് ഇതിൻ്റെ യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഫ്രണ്ടിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ചാർജിങ് കേസ് ഓപ്പൺ ആവും. അതോടൊപ്പം ഫ്രണ്ടിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ചാർജിങ് കേസിൽ എത്രത്തോളം ചാർജിങ് ലെവൽസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. നമുക്ക് ബേസിക്കലി 5 ഡിഫറെൻറ്റ് LEDs ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 5 LEDസും ഓൺ ആണെങ്കിൽ 100% ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. ഓരോ LEDയും 20% ചാർജാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ബോസിൻ്റെ ക്വയറ്റ് കംഫർട്ട് എന്ന് പറയുന്ന ഇയർബഡ്സ്. ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 4 to 5 years മിനിമം ആയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ദിസ് ഇസ് സ്റ്റിൽ വൺ ഓഫ് ദ വെരി ബെസ്റ്റ് നോയ്സ് ക്യാൻസലിംഗ് ഇയർബഡ്സ്. ഇതിൻ്റെ സെക്കൻഡ് വേർഷൻ ബോസ് ക്വയറ്റ് കംഫർട്ട് 2 എന്ന് പറയുന്നത് ബോസ് തന്നെ അഡ്വർടൈസ് ചെയ്യുന്നത് വേൾഡ്സ് ബെസ്റ്റ് നോയ്സ് ക്യാൻസലിംഗ് ഇയർബഡ്സ് എന്നാണ്. ഇവൻച്വലി ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പല ലെവൽസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബോസ് മ്യൂസിക് ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഇഷ്ടമുള്ള ലെവലിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് വരുന്ന എല്ലാ ഡിസ്ട്രാക്ഷൻസും ഇത് കംപ്ലീറ്റ്ലി ഫിൽട്ടർ ഔട്ട് ചെയ്യും. സോ ഇഫ് യു റീഡിങ്, നിങ്ങൾ വായിക്കുകയാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈവൻ സ്റ്റഡിയിങ്, എല്ലാ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ആക്ടിവിറ്റി നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിലും നോയ്സ് ക്യാൻസലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്സൈഡ് വേൾഡിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ പ്യുവറായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നോയ്സ് ക്യാൻസലേഷൻ മാത്രമല്ല ഈ ഇയർബഡ്സിൻ്റെ പ്രത്യേകത. ബേസിക്കലി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി ഈസ് എക്സെപ്ഷണൽ. പിന്നെ ഈ ഇയർബഡ്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലിംഗ് ലെവൽസ് പേഴ്സണലൈസ് ചെയ്യാം എന്നുള്ളതാണ്. 0 to 100% നോയ്സ് ക്യാൻസലേഷൻ അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ഫ്ലെക്സിബിലിറ്റി ബോസ് മ്യൂസിക് ആപ്പ് വഴി ബോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ലെവൽസ് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ അല്ല, പുറത്ത് സ്ട്രീറ്റിലാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സറൗണ്ടിങ്സിൽ നിന്ന് വരുന്ന നോയ്സ് കൂടുതലായിട്ട് കേൾക്കേണ്ടതായിട്ടും ഉണ്ടാവും. ആ ടൈമിൽ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ ലെവൽസ് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്ത് വയ്ക്കാം. സോ ഔട്ട്സൈഡ് നോയ്സ് കുറയ്ക്കാനും പറ്റും, എന്നാൽ നിങ്ങൾക്ക് യു ക്യാൻ ബി അവെയർ ഓഫ് ദ സിറ്റുവേഷൻ ഔട്ട്സൈഡ് ആസ് വെൽ. സിമിലർലി നിങ്ങൾ മറ്റൊരാളുമായിട്ട് കോൺവെർസേഷനിലായിരിക്കുമ്പോൾ, ഡയറക്റ്റ് കോൺവെർസേഷനിലായിരിക്കുമ്പോൾ ഇതിൽ ഒരു ട്രാൻസ്പാരൻസി മോഡ് അവൈലബിൾ ആണ്. അതായത് ഈ ഇയർഫോൺസ് നിങ്ങൾ യൂസ് ചെയ്യാതെ ഒരാളോട് എങ്ങനെ സംസാരിക്കുമോ ആ രീതിക്ക് നിങ്ങൾ ഇയർഫോൺസ് വച്ചുകൊണ്ടും നിങ്ങൾക്ക് സംസാരിക്കാം. സോ പേഴ്സണലൈസിങ് നോയ്സ് ക്യാൻസലിംഗ് ലെവൽസ് അത് ഈ ഒരു ഇയർബഡ്സ് ഒരു കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി ബോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളൊരു മേജർ അഡ്വാൻറ്റേജ് ആണ് ഒരു ഹയർ ലെവൽ ഓഫ് ഓഡിയോ. നിങ്ങൾ ഏതൊരു വോളിയം ലെവലിലാണ് ഈ ഇയർബഡ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് ഓഡിയോ ആണ്. ഈ ഹയർ ലെവൽ ഓഫ് ഓഡിയോ എന്ന് പറയുന്നത് ഹയർ സൗണ്ട് അല്ല ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡീപ്പ് ലോ നോട്ട്സ് ആണ്.
അതായത് ഈവൻ ഒരു സ്മോൾ സൗണ്ട് ആണ് നിങ്ങൾ ലിസൺ ചെയ്യുന്നതെങ്കിൽ പോലും അത് ഒരു ഡീപ്പ് ലിസ്ണിംഗ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോസ് ഇതിനകത്ത് ഒരു ഓട്ടോമാറ്റിക് കാലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഇയർബഡ്സിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോസ് ഓട്ടോമാറ്റിക്കലി ഈ റീകാലിബ്രേഷൻ റൺ ചെയ്യും. ഒരു ലൈഫ് ലൈക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ എല്ലാ സമയത്തും ഈ റീകാലിബ്രേഷൻ റൺ ആവും ബിഹൈൻഡ് ദ സീൻസ്. പിന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ആൾക്കാർ ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു മേജർ പ്രോബ്ലമാണ് ലോങ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കുറച്ച് നേരം ഒക്കെ യൂസ് ചെയ്യാം, അതിനുശേഷം ഇയറിൽ പെയിൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് യൂസേഴ്സ് ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ ബോസ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് കംഫർട്ടും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ്. ഈ ഇയർബഡ്സിൽ ഇയറിൽ ടച്ചാവുന്ന പാർട്സ് ബോസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് അവേഴ്സിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതോടൊപ്പം ബോസ് 3 ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർ ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നൊരു അഡ്വാൻറ്റേജ് ആണ് ക്ലിയർ കോൾസ്. ഈ ഇയർബഡ്സ് വളരെ ചെറുതാണെങ്കിൽ പോലും ഈ ഇയർബഡ്സിനകത്ത് സ്പെഷ്യൽ മൈക്രോഫോൺ സിസ്റ്റം ബോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സൗണ്ട് പിക്ക് ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം പുറത്തുനിന്ന് വരുന്ന സൗണ്ട്സ് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോൾസിൽ മറുവശത്തുള്ള ആൾക്ക് നിങ്ങളുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ദെൻ ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സിന് 6 hours ആണ് ബാറ്ററി ലൈഫ് പറയുന്നത് ഒരു സിംഗിൾ ചാർജിൽ. ചാർജിങ് കേസ് സെപ്പറേറ്റ് ഇതിനുള്ളിൽ ബാറ്ററി ഇൻബിൽറ്റ് ഉണ്ട്. ഈ ചാർജിങ് കേസിൻ്റെ ലൈഫ് വന്നിട്ട് അപ് ടു 12 hours വരെ ചാർജ് സ്റ്റോർ ചെയ്യുന്നതാണ്. ഈ ചാർജിങ് കേസിനുള്ളിൽ നമ്മൾ ഈ ഇയർബഡ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻ കേസ് ചാർജ് കുറവാണെങ്കിൽ ഇയർബഡ്സ് ഓട്ടോമാറ്റിക്കലി ചാർജിങ് കേസിൻ്റെ ബാറ്ററിയിലുള്ള ചാർജ് യൂസ് ചെയ്തിട്ട് അത് ചാർജ് ആവും. ഇത് 100% ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ചാർജിങ് സ്റ്റോപ്പ് ആവും. ബാറ്ററി ഡ്രെയിൻ ഉണ്ടാകില്ല. ഇൻ കേസ് ഫുൾ ബാറ്ററി റാൻ ഔട്ടായി പോവുകയാണെങ്കിൽ 15 മിനിറ്റ് USB-C കേബിൾ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർ 2 more hours. ഇൻ കേസ് നിങ്ങൾ പുതിയൊരു ഡിവൈസുമായിട്ട് പുതിയൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ടൈമിൽ ചാർജിങ് കേസിൽ ഒരു സെർച്ച് എനേബിൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇയർബഡ്സ് സെർച്ചബിൾ ആവും, പുതിയ ഡിവൈസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും പറ്റും. പിന്നെ വരുന്ന ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് ഈ ബോസ് മ്യൂസിക് ആപ്പ്. നിങ്ങളുടെ ഈ ഇയർബഡ്സ് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോസിൻ്റെ മ്യൂസിക് ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോസ് മ്യൂസിക് ആപ്പിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ബോസ് മ്യൂസിക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസ് ബോസ് മ്യൂസിക് ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യും. ഫ്രണ്ട് സ്ക്രീൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ലെഫ്റ്റിലും റൈറ്റിലും എത്ര വീതമുണ്ട് എന്നുള്ളത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യും. ആ ഡിവൈസിൻ്റെ പേര് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ദെൻ കണക്ട് ചെയ്തിരിക്കുന്ന ബോസ് ഇയർബഡ്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാം, കംപ്ലീറ്റ് വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഡിഫറെൻറ്റ് മോഡ്സ് അവൈലബിൾ ആണ്. ക്വയറ്റ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്, പിന്നെ അവെയർ എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ക്വയറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നോയിസ് ക്യാൻസലേഷൻ അപ്ലൈ ആവും. അവെയർ എന്ന് പറയുന്ന മോഡിലേക്കാണെങ്കിൽ ഒരു ട്രാൻസ്പാരൻസി മോഡായിരിക്കും. അതായത് ഔട്ട്സൈഡ് സിറ്റുവേഷൻ നമുക്ക് അവെയർ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡാണ് ഈ അവെയർ എന്ന് പറയുന്നത്. ഇതോടൊപ്പം നമുക്ക് അപ് ടു 10 ഡിഫറെൻറ്റ് മോഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എത്ര ലെവൽസിലുള്ള നോയിസ് ക്യാൻസലേഷൻ വേണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ട്രാൻസ്പാരൻസ് ലെവൽ മുതൽ ഫുൾ ഷട്ട് ഡൗൺ വരെ, ഔട്ട്സൈഡ് നോയിസ് നമുക്ക് ഫുൾ ഷട്ട് ഡൗൺ ചെയ്യാൻ വരെ ഇതിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അങ്ങനെ നമുക്ക് അപ് ടു 10 ഡിഫറെൻറ്റ് മോഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാം വിത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് നോയിസ് ക്യാൻസലേഷൻ. ഇതിൽ തന്നെ റിമെമ്പർ മൈ മോഡ് എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഡിവൈസിൽ നമ്മൾ ഒരു തവണ ഒരു മോഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് റീകണക്ട് ചെയ്യുന്ന ടൈമിൽ ലാസ്റ്റ് യൂസ് ചെയ്ത മോഡ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ദെൻ വരുന്നൊരു ഓപ്ഷനാണ് സോഴ്സ് ഏതാണെന്നുള്ളത്. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് ഡിവൈസസിൻ്റെ സോഴ്സ് ഏതാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ഏത് ബ്ലൂടൂത്ത് ഡിവൈസ് സോഴ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ദെൻ വരുന്ന വേറൊരു ഓപ്ഷനാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇക്വലൈസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ ബാസ് ആൻഡ് ട്രബിൾസ് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ബാസ് ബൂസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ബാസ് കുറയ്ക്കണം, ട്രിബിൾ ബൂസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രിബിൾ റെഡ്യൂസ് ചെയ്യണം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ ഇക്വലൈസർ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണ്. ലെഫ്റ്റ് ഇയർബഡ്സിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ഷോർട്ട് കട്ട്സ് വേണം എന്നുള്ളത്, അതായത് ബാറ്ററി പെർസെൻറ്റേജ് നമുക്കറിയണോ,
അല്ല സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ട്രാക്കിലോട്ട് പോകണോ അതോ പ്രീവിയസ് ട്രാക്കിലോട്ട് പോകണോ. പിന്നെ ഈവൻ സ്പോട്ടിഫൈ ആപ്പ് പോലും നമുക്ക് നേരത്തെ കേട്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് ഇയർബഡ്സിൽ നമ്മളൊരു ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിലാണ് ഈ ഷോർട്ട് കട്ട് എനേബിൾ ആകുന്നത്. ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ലെവൽസ് ആണ് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് നമുക്ക് ലഭിക്കും എത്ര പെർസെൻറ്റേജ് ബാറ്ററി അവൈലബിൾ ആണ് എന്നുള്ളത് വെച്ചിട്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഈ ഷോർട്ട് കട്ട് കോൺഫിഗറേഷൻസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതല്ലാതെ ഫോർ ഇൻഫർമേഷണൽ പർപ്പസസ് കുറച്ച് ടിപ്സ് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹോം സ്ക്രീനിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് നെയിം ചൂസ് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് കുറച്ച് പ്രോഡക്റ്റ് നെയിംസ് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലാതെ നമുക്ക് കസ്റ്റം നെയിം കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ദെൻ പ്രോഡക്റ്റ് അപ്ഡേറ്റ്സ്. ഈവൻ ഈ സ്മോൾ ഇയർബഡ്സിനകത്ത് പോലും ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സിന് പുതിയ അപ്ഡേറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് അപ്ഡേറ്റ് സെക്ഷനിൽ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഇൻ കേസ് എനി പ്രോഡക്റ്റ് അപ്ഡേറ്റ്സ് ആർ അവൈലബിൾ നമുക്ക് ആ അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഹൗ ടു വിയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെയാണ് ചെവിയിൽ വിയർ ചെയ്യേണ്ടതെന്നുള്ളത്. കുറച്ച് ഇമേജ് പ്ലസ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെ ചെവിയിൽ കണക്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം, റൈറ്റ് സൈസ് ആയിട്ടുള്ള ഇയർ ടിപ്പ് ഏത് ചൂസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ കുറച്ച് പ്രോഡക്റ്റ് ടിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ടിപ്സിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വോയിസ് അസിസ്റ്റൻറ്റ് എന്നുള്ളതാണ്. ഈ വോയിസ് അസിസ്റ്റൻറ്റിനകത്ത് നമ്മൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സിറി, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൈറ്റ് ഇയർബഡ്സ് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വോയിസ് അസിസ്റ്റൻറ്റ് ആക്റ്റീവ് ആവുന്നതാണ്. ദെൻ പലതരത്തിലുള്ള ടച്ച് കൺട്രോൾസിൻ്റെ ഇൻഫർമേഷൻ. നമ്മൾ റൈറ്റ് ഇയർബഡ്സ് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓഡിയോ നമുക്ക് പൗസ് ചെയ്യാൻ പറ്റും. അതുപോലെ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓഡിയോ റെസ്യൂം ആവും. അതുപോലെ ഒരു ഇയർബഡ്സ് നമ്മൾ ചെവിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് പൗസ് ആവും. ദെൻ റൈറ്റ് ഇയർബഡ്സിൽ തന്നെ നമുക്ക് ഒരു വോളിയം കൺട്രോൾസ് ഉണ്ട്. മുകളിലേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഇൻക്രീസ് ആവും. അതുപോലെ താഴേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഡിക്രീസ് ആവും. ബൈ ഡിഫോൾട്ട് ഈ കോൺഫിഗറേഷൻ ആക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ വോളിയം ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്ന കോൺഫിഗറേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ കൺട്രോൾ നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ. ദെൻ നേരത്തെ പറഞ്ഞ ആ ഷോർട്ട് കട്ട് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷനാണ്. ലെഫ്റ്റ് ഇയർബഡ്സിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കോൺഫിഗർ ചെയ്ത ഷോർട്ട് കട്ടിലുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആവും. ഇൻ കേസ് നമ്മൾ ബാറ്ററി പെർസെൻറ്റേജ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ലെഫ്റ്റ് ഇയർബഡ്സ് നമ്മൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു വോയിസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ട്രാക്സ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ട്രാക്കിലോട്ട് പോകണം, അല്ലെങ്കിൽ പ്രീവിയസ് ട്രാക്കിലോട്ട് പോകണം, അങ്ങനെയുള്ള കോൺഫിഗറേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ഇയർബഡ്സിൽ നമ്മൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഷോർട്ട് കട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആകും. ദെൻ ഫോൺ കോൾസ് എങ്ങനെ എടുക്കണമെന്നുള്ള ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഇയർബഡ്സിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻകമിംഗ് ഫോൺ കോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ വീണ്ടും റൈറ്റ് ഇയർബഡ്സിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഫോൺ കോൾ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻകമിംഗ് ആയിട്ടുള്ള ഒരു കോൾ നമുക്ക് റിജക്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഇയർബഡ്സ് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതിയാവും. ദെൻ നോയ്സ് ക്യാൻസലേഷനെയും മോഡ്സിനെയും പറ്റിയുള്ള കുറച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഫേംവെയറിൽ 2 മോഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റം മോഡ്സിൽ നിന്ന് അഡീഷണലി ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബൈ ഡിഫോൾട്ട് ക്വയറ്റും അവേറും ആയിട്ടുള്ള 2 മോഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ക്വയറ്റ് മോഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹയസ്റ്റ് നോയ്സ് ക്യാൻസലിംഗ് ലെവൽസ് ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്. പക്ഷേ നമ്മൾ അവേർ എന്ന് പറയുന്ന മോഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ട്രാൻസ്പാരൻസി മോഡാണ്. ഈ ട്രാൻസ്പാരൻസി മോഡിൽ ഒരു ആക്റ്റീവ് സെൻസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൂടെ ബോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആയിരിക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഡിസ്ട്രാക്ഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ട്രാൻസ്പാരൻസി ലെവല് ഒപ്റ്റിമം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷനാണ് ഈ ആക്റ്റീവ് സെൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ആക്റ്റീവ് സെൻസ് നമുക്ക് ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ അവേർ മോഡ് സെറ്റിംഗ്സ് വഴി നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് മോഡ്സ് നമുക്ക് സ്വിച്ച് ചെയ്യാം.
ഇയർബഡ്സ് വെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മോഡ്സ് നമുക്ക് സ്വിച്ച് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ലെഫ്റ്റ് ഇയർബഡ്സിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ മോഡ്സ് കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ ആ മോഡ്സ് നമുക്ക് സ്വിച്ച് ചെയ്ത് ഇഷ്ടമുള്ള മോഡ് ചൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഒരു ഓട്ടോ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷനാണ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഒരു ഇയർബഡ് ചെവിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈവൻ നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇയർബഡ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു ഇയർബഡ് നമ്മൾ ഇൻ കേസ് ചെവിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഈ ഓട്ടോ ട്രാൻസ്പാരൻസി കോൺഫിഗറേഷൻസ് വഴി ചെവിയിലിരിക്കുന്ന മറ്റ് ഇയർബഡിൽ നോയിസ് ക്യാൻസലേഷൻ ലെവൽസ് ലോവസ്റ്റ് ലെവൽസിലേക്ക് കൊണ്ടുവരും. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെവിയിൽ നോയിസ് ക്യാൻസലേഷനും മറ്റേ ചെവിയിൽ നോയിസ് ക്യാൻസലേഷനും ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഒരു ഇംബാലൻസിങ് ഉണ്ടാവും. ആ ഇംബാലൻസിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോസ് ശരിക്കും ഈ ഒരു ഓട്ടോ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ക്വയറ്റ് കംഫർട്ട് ഇയർബഡിന് കൊടുത്തിട്ടുള്ളത്. ദെൻ ബോസിൻ്റെ ചാർജിങ് കേസ് വയർലെസ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വയർലെസ് ചാർജിങ് പാഡ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് ബോസിൻ്റെ ചാർജിങ് കേസ് നമുക്ക് വയർലെസ് ആയിട്ടും ചാർജ് ചെയ്യാവുന്നതാണ്. ദെൻ ഡിവൈസസ് നമുക്ക് സ്വിച്ച് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷനാണ്. പെയർ ചെയ്തിട്ടുള്ള ഡിവൈസസ്, അതിപ്പോൾ ആപ്പിൾ വാച്ച് ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ഫോൺ ആവാം, ടാബ്ലറ്റ് ആവാം. ആ ഡിവൈസസ് നമുക്ക് ചാർജിങ് കേസിലെ ബ്ലൂടൂത്ത് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ദെൻ കണക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് ഏതൊക്കെ ബ്ലൂടൂത്ത് ഡിവൈസസ് ആണ് ബോസ് ക്വയറ്റ് കംഫർട്ട് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ളത്, പെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അതിൽ ഏത് ഡിവൈസാണ് ആക്റ്റീവ് ആയിട്ടുള്ളതും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻ കേസ് നമുക്ക് സ്വിച്ച് ചെയ്യണം എങ്കിൽ മാനുവലി നമുക്ക് ഇതുവഴിയും സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഇപ്പോൾ ഫോൺ മാറ്റിയിട്ട് ഐപാഡിലോട്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ദെൻ ഈ പ്രോഡക്റ്റിൻ്റെ കുറച്ച് കൺട്രോൾസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു വോളിയം ടച്ച് കൺട്രോൾ ആണ്. വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും നമ്മൾ റൈറ്റ് ഇയർബഡ്സ് സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ആ കൺട്രോൾ എനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ വോളിയം ടച്ച് കൺട്രോൾസ് ആക്ടിവേറ്റ് ചെയ്യണം. വോളിയം ടച്ച് കൺട്രോൾസ് ഇവിടെ എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ റൈറ്റ് ഇയർബഡ്സ് സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ചേഞ്ച് ആകില്ല. ദെൻ വോയിസ് അസിസ്റ്റൻറ്റ് ത്രൂ ടച്ച് കൺട്രോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷനാണ്. സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സ് ത്രൂ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ കോൺഫിഗറേഷൻ ഇവിടെ എനേബിൾ ചെയ്യണം. ദെൻ നമ്മൾ നേരത്തെ കണ്ടൊരു ഓപ്ഷൻ തന്നെയാണ് ഷോർട്ട് കട്ടിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് കോൺഫിഗർ ചെയ്യണം എന്നുള്ളത്. ദെൻ മോഡ്സ്, ഈ മോഡിനകത്ത് റിമെമ്പർ മൈ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മൾ ഇയർബഡ്സ് റീകണക്ട് ചെയ്യുന്ന ടൈമിൽ ലാസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത് ഏത് മോഡാണോ ആ മോഡ് വീണ്ടും റെസ്യൂം ചെയ്യണോ എന്നുള്ളൊരു കോൺഫിഗറേഷനാണ് ഈ റിമെമ്പർ മൈ മോഡ് എന്നുള്ളത്. ദെൻ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് കട്ടിലൂടെ കണ്ട ഇക്വലൈസർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ബാസ് ആൻഡ് ട്രിബിൾ നമുക്ക് ഇഷ്ടമുള്ള ലെവൽസിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ വരുന്നൊരു ഓപ്ഷനാണ് സെൽഫ് വോയിസ് എന്ന് പറയുന്നത്. ഈ സെൽഫ് വോയിസ് നമ്മൾ കോൾസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ എത്രത്തോളം വോളിയം ലെവലിൽ നമുക്ക് കേൾക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ഇയർബഡ്സ് വഴി നമുക്ക് കേൾക്കാൻ പറ്റില്ല. ദെൻ വരുന്നൊരു ഓപ്ഷനാണ് ഇൻ ഇയർ ഡിറ്റക്ഷൻ. നമ്മൾ ഈ ഇയർബഡ്സ് ചെവിയിൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ അത് ഈ ഡിവൈസ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ് ഇൻ ഇയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഇയർ ഡിറ്റക്ഷൻ നമ്മൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അഡീഷണൽ കോൺഫിഗറേഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ തന്നെ ഒരു ഓട്ടോ പ്ലേ ഓർ പൗസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രകാരം നമ്മൾ ഒരു ഇയർബഡ്സ് ചെവിയിൽ നിന്ന് മാറ്റുന്ന ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക് സ്റ്റോപ്പ് ആവും. വീണ്ടും നമ്മൾ തിരിച്ച് അത് ചെവിയിലോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം കേട്ട മ്യൂസിക് അത് റെസ്യൂം ആവും. ദെൻ ഓട്ടോ ആൻസർ കോൾ എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. അത് പ്രകാരം നമ്മൾ റൈറ്റ് ഇയർബഡ്സ് ചെവിയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻകമിംഗ് കോൾ ആൻസർ ചെയ്യാവുന്നതാണ്. ഓട്ടോ ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. ഈ ഓട്ടോ ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത് ഒരു ഇയർബഡ്സ് നമ്മൾ മാറ്റുന്ന ടൈമിൽ മറ്റേ ഇയർബഡ്സിൽ നോയിസ് ക്യാൻസലേഷൻ ലെവൽസ് 0യിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു കോൺഫിഗറേഷൻ ആണിത്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻ ഇയർ ഡിറ്റക്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ദെൻ വോയിസ് പ്രോംപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ വോയിസ് പ്രോംപ്റ്റ്സ് വഴി നമുക്ക് ഇൻകമിംഗ് ആയിട്ടുള്ള ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഒരു വോയിസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കണോ എന്നുള്ളത് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ബാറ്ററി ലെവൽ ഓൺ സ്റ്റാർട്ടപ്പ്, ചാർജിങ് കേസിൽ നിന്ന് ഇയർബഡ്സ് എടുത്തിട്ട് ചെവിയിൽ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വോയിസ് പ്രോംപ്റ്റ്സ് ആണ്. ആ വോയിസ് പ്രോംപ്റ്റ്സ് നമുക്ക് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. ദെൻ ആ വോയിസ് പ്രോംപ്റ്റ്സ് ഏത് ലാംഗ്വേജിൽ വേണമെന്നുള്ളത് ഒരു 7-8 ലാംഗ്വേജ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ കുറച്ച് ടെക്നിക്കൽ ഇൻഫർമേഷനാണ്. ഫേംവെയർ വേർഷൻ ഏതാണ്, സീരിയൽ നമ്പർ, ഒറിജിനൽ നെയിം എന്താണ്, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ. ഈ ഡിവൈസ് June 1, 2022 ഡിവൈസാണ്. പിന്നെ കുറച്ച് ഫാക്ട്സ്
അത് ബോസിൻ്റെ വെബ്സൈറ്റിലോട്ട് നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണ്. ഇത്രയും ഓപ്ഷൻസ് ആണ് സെറ്റിങ്സിനകത്ത് ബോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഹോം സ്ക്രീനിലുള്ള വേറൊരു ഓപ്ഷനാണ്, ഇൻ കേസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ ആ ഡിവൈസ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഈ ഐക്കൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബോസിൻ്റെ പ്രീവിയസ് സ്ക്രീനിലോട്ട് പോകും. അവിടുന്ന് നമുക്ക് വേറെ ഡിവൈസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോസ് ക്വയറ്റ് കംഫർട്ട് ഇയർബഡ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇതൊരു അമേസിങ് ഡിവൈസാണ്. ഇതിൻ്റെ സെക്കൻഡ് വേർഷനാണ് കറൻ്റ്ലി വേൾഡ്സ് ബെസ്റ്റ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇയർബഡ്സ്. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കണം. ഈ പ്രോഡക്റ്റ് ശരിക്കും ഒരു മോസ്റ്റ് പ്രീമിയം പ്രോഡക്റ്റാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സിന് മുന്നേ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 25,000 ആയിരുന്നു ആക്ച്വലി. ബട്ട് കറൻ്റ്ലി ഈ ക്വയറ്റ് കംഫർട്ട് 1ൻ്റെ പ്രൈസ് റെഡ്യൂസ് ആയിട്ട് ലെസ് ദാൻ 16,000 ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് കറൻ്റ്ലി ഉള്ള ബോസ് ക്വയറ്റ് കംഫർട്ട് 2 വേരിയൻറ്റ് അതിൻ്റെ യൂഷ്വൽ പ്രൈസ് അറൗണ്ട് 25 ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഓഫറിൽ മോസ്റ്റ്ലി അറൗണ്ട് 20,500 ലഭിക്കുന്നതാണ്. കറൻ്റ്ലി ആമസോണിൽ 20,500 ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ബോസ് ക്വയറ്റ് കംഫർട്ട് 2 ശേഷം ആക്ച്വലി ബോസ് ക്വയറ്റ് കംഫർട്ട് അൾട്രാ ഇയർബഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഈവൻ ബോസ് ക്വയറ്റ് കംഫർട്ട് 2-നേക്കാളും പ്രീമിയം പ്രൈസ് റേഞ്ചിലാണ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് ദാറ്റ് ഷുഡ് ഹാവ് ആൻ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ പ്രോഡക്ട്സ്. ഐ ഹാവ് നോട്ട് ട്രൈഡ് ഇറ്റ് ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് ട്രൈയിങ് ഇറ്റ് ഔട്ട്. ഇത് ഒരു മോസ്റ്റ് പ്രീമിയം പ്രോഡക്റ്റാണ്. നിങ്ങളൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഹൈ ക്വാളിറ്റി മ്യൂസിക് ലിസൺ ചെയ്യാൻ പറ്റിയ ഒരു ഇയർബഡ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദിസ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ പ്രോഡക്ട്സ് ഫോർ യു. ഓൾറൈറ്റ് ഫോക്സ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെയുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് അഗെയിൻ ഫോക്സ്. ഹാവ് എ നൈസ് ഡേ അഹെഡ്.